ഹായ് ഫ്രണ്ട്സ്, കങ്കുവ ടീസർ റിലീസായിട്ടുണ്ട്. വളരെ വെയിറ്റിംഗ് ആയിരുന്നു. ആദ്യം 4:30-ക്ക് വരുമെന്ന് പറഞ്ഞു, പിന്നെ 6 മണിക്കായി. പിന്നെ ഞാൻ കുറച്ച് തിരക്കിലുമായി. അപ്പം എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. സൂപ്പറാണല്ലോ. എന്താ വിഷ്വൽസ്, റൂത്ത്ലെസ്. ബോബി ഡിയോൾ, കയ്യോടുകൂടി വെട്ടിയിട്ടുണ്ട്. എന്താണ്, ഒരു രക്ഷയില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വൈക്കിങ്സ് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്. അതിനെ ഇത്തിരിയും കൂടി നല്ല രീതിയിൽ മേക്ക് ചെയ്ത് എന്തായിരിക്കും, അതന്നെ അടിപൊളിയായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. വൈക്കിങ്സ് എന്നൊക്കെ പറയുന്നതിൽ ഒരു പഴയ ഒരു സംഭവമാണ്, പഴയ ഒരു കമ്മ്യൂണിറ്റിയാണ്, പഴയ ഒരു റിലീജിയൻ എന്നൊക്കെ പറയാം. ഒരു ക്രിസ്ത്യാനിറ്റിക്കൊക്കെ മുമ്പുള്ള ഒരു റിലീജിയൻ, ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൈബ് ലെവലിലുള്ള സാധനം. ഇത്തിരി റൂത്ത്ലെസ് ആയിട്ടുള്ള സംഭവം, ഒരുപാട് വയലൻസ് അതിലുണ്ടാവും. ഒരു കൊല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വെറിയായിട്ട് കൊല്ലുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഈ ബാഹുബലിയുടെയൊക്കെ ഒരു 10 ഇരട്ടി വയലൻസ് കൂടിയിട്ടുള്ളൊരു സംഭവമായി കഴിഞ്ഞാൽ എന്താവും. റൂത്ത്ലെസ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ, അതായത് വെട്ടി വീശങ്ങട്ട് എറി, അങ്ങനെയുള്ള സംഭവമായിരിക്കും. എന്തായാലും ഇത് ചെറിയ കുട്ടികൾക്ക് കാണുന്ന ലെവലിലായിരിക്കില്ല ഇറങ്ങുന്നത്. ആയിരിക്കും, അഡൾട്ട്സ് ഓൺലി ആയിട്ട് തന്നെ ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അത്രയ്ക്കും വയലൻസ് ഉള്ള മൂവി ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വേറൊരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവം, അല്ലാതെ ഈ കൊല്ലിയും കാണുന്ന എൻജോയ്മെൻ്റ് ആണെന്നല്ല. ഈ ഒരു യുദ്ധം, ശരിക്കുള്ള യുദ്ധം എന്താണ്, ശരിക്കുള്ള വയലൻസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ അണ്ണൻ നല്ലപോലെ ചെയ്യും. സൂര്യക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഈ ഹിസ്റ്റോറിക്കൽ പോലെയൊക്കെയുള്ള സംഭവം, പഴയ കാലഘട്ടത്തിലുള്ള ആ രൂപവും ആ ഒരു അഭിനിവേശമൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. 7-ാം അറിവിലെ മറ്റേ ബോധിധർമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആർക്കും മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ലെവലിലല്ലേ ചെയ്തു വെച്ചേക്കുന്നത്. അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ടാണ് അതിൽ ആ ലുക്ക് ആൻഡ് ഫീൽ കിട്ടുന്നത്. അത് നമ്മളൊരു വിഗ് വെച്ചതാണെന്ന് അങ്ങനെയുള്ള ഒരു തോന്നൽ നമുക്ക് വരില്ല. അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ സൂര്യക്ക് കഴിവുണ്ട്. സൂര്യക്ക് എന്നല്ല, സൂര്യ സെലക്ട് ചെയ്യുന്ന ആ ഒരു കോർ അങ്ങനെ ആയിരിക്കും. ആ ഒരു ടീമേ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയുള്ള സംഭവം ചെയ്യുന്നത്. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ആ ഒരു വൈക്കിങ്സിന്റെ ലെവലിലുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും, അതിലുള്ള സീൻസ് ആയാലും അതിലുള്ള ചില റിച്വൽ ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും വളരെ നല്ല രീതിക്ക് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇതൊക്കെയാണ്. എന്തായാലും വെയിറ്റിംഗ് ആണ്. പടം ഇറങ്ങട്ടെ, അടിപൊളിയായിട്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം, എന്നിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ഈ മൂവിയെ പറ്റി എന്നുള്ളത് ജെന്യുവനായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.